السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نبي الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ മഹത്വമുള്ള ഈ സദസ്സിൽ നാമൊക്കെ ഒരുമിച്ച് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിലൂടെ നിന്റെ പരിശുദ്ധമായ ഈമാന് കൊണ്ട്, തഖ്വ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പ്രദേശത്ത് നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്ത് നൽകണം റഹ്മാനെ. ഈ മഹത്തായ സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മർഹൂം പുതുശ്ശേരി കുട്ടി ഹസൻ സാഹിബ് അവരുടെ പേരിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് വിടവാങ്ങുമ്പോഴേക്ക് ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഇനിയുള്ള കാലം ഒരു തെറ്റുപോലും ചെയ്യാതെ എല്ലാ തെറ്റുകളോടും വെറുപ്പ് തന്നുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ദുആ ചെയ്യണം എന്ന് പലരും ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, ഈ പ്രദേശത്തുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഇലാഹാകുന്ന റബ്ബിന്റെ പരിശുദ്ധമായ ദീനിനോട് അളവറ്റ സ്നേഹത്തോടെ കടന്നു വന്നിട്ടുള്ള ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല ശബ്ദത്തെ, നല്ല ഒരു സന്ദേശത്തെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളെ, തിരുവാലിയിൽ ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം നടത്തുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ലക്ഷ്യമാക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമുക്ക് ചൊല്ലിത്തന്നിട്ടുള്ള SYSന്റെ 60ാം വാർഷിക പ്രമേയം അത് നമ്മുടെ മക്കൾക്ക് കൈമാറുക എന്നുള്ളത് തന്നെയാണ്. മഹാന്മാരാകുന്ന മശായിഖുമാർ, ഔസുൽ ആലം സയ്യിദി മുഹിയുദ്ദീൻ ഷൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അങ്ങനെ തുടങ്ങി ധാരാളം മഹാരഥന്മാരാകുന്ന മശായിഖുമാർ, മഖ്ദൂമ പണ്ഡിതന്മാരിലൂടെ, ഖുതുബുസ്സമാൻ മങ്ബുറൻ തങ്ങളിലൂടെ, മഹാനാകുന്ന വരക്കൽ തങ്ങളിലൂടെ, കണ്ണിയത്ത് ഉസ്താദിലൂടെ, ശംസുൽ ഉലമാ തങ്ങളിലൂടെ,
മഹാന്മാരാകുന്ന പൂക്കോയ തങ്ങള്, ബാഫഖി തങ്ങള്, ശിഹാബ് തങ്ങള്, റഈസുൽ ഉലമാ ഈ കാളമ്പാടി ഉസ്താദ്, അങ്ങനെ തുടങ്ങി മൗലാന കെ.ടി. ഉസ്താദ് റഹിമഹുമുല്ലാ, എല്ലാവരും ഇവിടെ ജീവിച്ചു പോയ ഒരു പരിശുദ്ധമായ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന ഓരോ ആളുകൾക്കും ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു നല്ല മനസ്സും പരിശുദ്ധമായ ഒരു താൽപര്യവും സമർപ്പിക്കുക എന്നത് മാത്രമാണ് ഈ മഹിതമായ സമ്മേളനം കൊണ്ട് SYSന്റെ ആദർശ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശാലമായി വിശദമായി പറയുന്നതിന് പകരം അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് ഇൻഷാ അല്ലാഹ് ധാരാളം ഭാഷകൾ വീരും ഇനിയും വരാനിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ.ടി. മൊയ്തീൻ ഫൈദി അവർകൾ ഇവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആധികാരികമായ ഒരു നിലപാട് നമ്മുടെ ഹൃദയങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ദീൻ എന്ന് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടായില്ല, അത് ഹക്കായ ദീനായിരിക്കണം. സഹോദരിമാര് മനസ്സിലാക്കണം. സാധാരണ നിങ്ങൾ വേണമെന്ന സദസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നവരാ. അതിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുത്താലിമീകളും നാട്ടിലെ കാരണവന്മാരും കൂടിയിട്ട് നല്ല ഒരു ബുർദ ബൈത്ത് ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഉസ്താദ് തന്നെ സ്വാഗതമില്ല, അധ്യക്ഷനില്ല, ഉദ്ഘാടനമില്ല, ആശംസകളില്ല, ഉസ്താദ് തന്നെ വഴങ്ങു ആരംഭിക്കും. ഇതാണ് സഹോദരിമാർ കേൾക്കുന്നത്. അതേ സമയത്ത് ഇന്ന് ഇങ്ങനെ ഒരു വഴന്നു പറയാൻ ഇത്ര പണ്ഡിതന്മാര്, നേതാക്കന്മാര്, ഉമറാക്കള് എന്താണ് ഒരുമിച്ച് കൂടിയത് എന്നുള്ളത് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം. വിഷയത്തിന്റെ ഗൗരവം അത്ര വലുതാണ്, അത്ര വലുതാണ്. മഹാനാകുന്ന സയ്യിദുനാ ജിബ്രീൽ എന്ന് ചൊല്ലിക്കോ. സയ്യിദുനാ ജിബ്രീൽ. ഏതൊരു മഹാന്റെ പേര് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ആദരവ് കാണിക്കുന്നത്, അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പല ഘട്ടത്തിലും ആയത്തുകളുമായി വരാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ആയത്തുകളുമായി വരാറുണ്ട്. പക്ഷെ ആയത്തുൽ കുർസിയുമായി വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കല്ല, 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. അത് വിഷയത്തിന്റെ ഗൗരവം തന്നെയാണ്. ചിലതിന്റെ മഹത്വം അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന് ഒരു പക്ഷേ പറയുന്നത് ഒരാളാണെങ്കിലും ആധികാരികതയ്ക്ക് വേണ്ടി, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പക്ഷെ പണ്ഡിതന്മാരൊക്കെ, ധാരാളം ഖത്തീബുമാര്, ഉസ്താദുമാര്, തിരക്കുള്ള നേതാക്കന്മാര്, അവരൊക്കെ തന്നെ ഇവിടെ ഇന്ന് എല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഈ നാട്ടുകാരെ ദീനു പഠിപ്പിക്കാൻ. ഈ നാട്ടുകാരുടെ മനസ്സിനകത്തുള്ള ഒരു വലിയ താല്പര്യം ഹക്കായ ദീന് ഏതാണോ അത് വളച്ചു കെട്ടില്ലാതെ കിട്ടണം. കണ്ണിയത്ത് ഉസ്താദിന് ലഭിച്ചതുപോലെ, മഹാനാകുന്ന മൗലാന അബ്ദുൽ ബാരി തങ്ങൾക്ക് ലഭിച്ചതുപോലെ, മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾക്കൊക്കെ ലഭിച്ചതുപോലെ ഈ നാട്ടുകാർക്കും കിട്ടണം. ഇടക്കാലത്ത് വെച്ച് സ്വാഭാവികമായും ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വഴി ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കിട്ടുന്ന ആ പരിശുദ്ധമായ വഴിയെ ഒന്ന് തടഞ്ഞു നിർത്തപ്പെട്ടാൽ ഉണ്ടായ ഒരു വേദന ഈ പ്രദേശത്തുകാർക്കുണ്ട്. എന്നാൽ എല്ലാം തീർത്തുകൊണ്ട് ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിശുദ്ധമായ ദീന് സമ്മതിക്കണം, അത് സ്വീകരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും. കുറച്ചൊക്കെ സംഘടനാപരമായി അപ്പുറത്ത് ഇപ്പുറത്ത് കുറച്ചൊക്കെ മാറി നിൽക്കുന്നവരുണ്ടല്ലോ. പക്ഷെ അവരുടെ അകത്തുള്ള ആശയമാണ് ഞാനിപ്പോൾ പറയുന്നത്. സമസ്ത ഇവിടെ വരണം, സമസ്തയുടെ ആദർശം പുലരണം, സമസ്തയുടെ ചാരത്ത് നമുക്ക് നിൽക്കണം, അവസാനം നമ്മുടെ ഈമാൻ സലാമത്തിലാവണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. ദുർബല ഘട്ടത്തിൽ വല്ലപ്പോഴും മാറി ചിന്തിച്ചവരുണ്ടെങ്കിൽ അവർ പോലും സാധ്വലമായ ഈ തീരത്ത് അണയാനുള്ള ഒരു കൊതിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന യഥാർത്ഥമായ ദീൻ അത് ഇസ്ലാമാണ്.
ഇതൊരു ആദർശ പ്രചരണ സമ്മേളനമാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനല്ല ഈ സമ്മേളനം. അല്ല, ഈ നാവ് തന്ന, ഈ കണ്ണു തന്ന, ഈ ശ്വാസം മേൽപോട്ടും കീഴ്പോട്ടും ഇങ്ങനെ വലിക്കാനുള്ള സൗകര്യം തന്നുകൊണ്ടിരിക്കുന്ന റാസിഖാകുന്ന ഖാലിഖാകുന്ന റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്റെ ദീനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ ഈ മഞ്ഞുകൊള്ളുന്നത്, ഈ ഇരിക്കുന്നത്, ഈ പറയുന്നത്, ഈ കേൾക്കുന്നത് അവിടെ സത്യസന്ധമായി സമർപ്പിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരു നിയ്യത്തോടെ പറയുമ്പോൾ ഈ ആദർശ സമ്മേളനം സമ്പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമല്ലാതെ വേറെ ഒരു മതവും നാളെ റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഇത് വിചാരിച്ച് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ മാത്രമേ പറ്റൂ എന്ന വാദമുണ്ടോ? ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി തരാമെന്ന് നമ്മുടെ മുമ്പിൽ ചില ആളുകൾ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. മർഹൂം മൗലാന വാണിയമ്പലം ഉസ്താദ് ഖദ്ദസല്ലാഹു സുന്നഹുൽ അസീസ് അവരങ്ങനൊക്കെ വന്നാലും അവർ രാഷ്ട്രീയ പാർട്ടിയായി പിന്നീട് വരുമെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ പുറങ്കാലുകൊണ്ട് തട്ടിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഈ രാജ്യത്ത് ഏതു മതക്കാരും ജീവിക്കാം, മതം ഇല്ലാത്തവരും ജീവിക്കാം, അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരും ജീവിക്കാം. ആ പറയുന്നവനും പറയാനുള്ള നാവ് കൊടുത്തതാരാ? അല്ലല്ല എന്ന് പറയാനുള്ള നാവ് കൊടുത്ത് ഉമ്മൻചാണ്ടി കൊടുത്തതാ? അച്യുതാനന്ദൻ കൊടുത്തതാണോ? അല്ല, അത് അല്ലാഹു കൊടുത്തതാണ്. അല്ല കൊടുത്ത നാവ് കൊണ്ടാണ് പിന്നെ ഇവൻ അല്ലാഹു ഇല്ല എന്ന് പറയുന്നത്. ആ തരത്തിൽ ഏതു മതക്കാർ ഇവിടെ വരികയാണെങ്കിലും ഇസ്ലാമിന്റെ പരിശുദ്ധമായ സ്വഭാവം എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം. ദൂരെ നിൽക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കണം. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ ജീവിക്കുന്ന എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം. അവിടെ മതം നോക്കേണ്ടതില്ല, അവിടെ ജാതി നോക്കേണ്ടതില്ല. അവിടെ സഹായങ്ങൾ ചെയ്യുമ്പോ വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കാൻ ശിഹാബ് തങ്ങളെ പേരിൽ ഒരു ബൈത്തുർ റഹ്മ പദ്ധതി ഉണ്ടാകുമ്പോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർക്ക് മാത്രമാണ് എന്ന് കാരുണ്യത്തിന്റെ മതം പറയുന്നില്ല. അത് ഏത് മതക്കാർക്കും കൊടുക്കും. തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്ന ഒരു സഹോദരൻ തീയൻ എന്ന് പറയുന്ന മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ ആ തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, നട്ടലൊടിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ചികിത്സിക്കാനും പൈസ വേണം, കുടുംബത്തെ പോറ്റാനും പൈസ വേണം. ആ സഹോദരനെ ഏറ്റെടുത്തത് കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ഒരു മഹല്ലു കമ്മിറ്റിയായിരുന്നു. പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്ന, മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതേ കമ്മിറ്റി മറ്റൊരു മതത്തിലെ ഒരു സഹോദരന്റെ ഒരു കുടുംബത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ഇതൊക്കെ ഈ മതത്തിന്റെ നിലപാടാണ്. ഇവിടെ ഏതു മതക്കാർ ജീവിക്കുകയാണെങ്കിലും ഓ മുസ്ലിമേനിന്റെ സമീപത്ത് ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവന് ദാഹിച്ചാൽ വെള്ളം കൊടുക്കുന്നതിൽ, അവന് വിശന്നാൽ ഭക്ഷണം കൊടുക്കുന്നതിൽ, പ്രയാസമുണ്ടാകുമ്പോൾ സഹായം നൽകുന്നതിൽ ഈ മതം നിനക്ക് പ്രതിഫലമാണ്, പുണ്യമാണ് നൽകുന്നത്. എന്നാൽ മറ്റുള്ള മതക്കാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സമസ്തയുടെ പ്രിയപ്പെട്ട ഖാദിമീങ്ങളാകുന്ന, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളാകുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ മതക്കാരോടും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുമൊരു സംശയമില്ല. പക്ഷേ ഞങ്ങളും മരിക്കും, നിങ്ങളും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ കടക്കാതിരിക്കണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ, രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരിക തന്നെ വേണം. ആ ഇസ്ലാമിനെയാണ് ഖാലിഖാകുന്ന അല്ലാഹു, റാസിഖാകുന്ന അല്ലാഹു ഇവിടെ അംഗീകരിക്കുന്നുള്ളൂ. വേറെ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല. ആ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ഒന്നുപോലും ഞങ്ങൾ ആരും പറഞ്ഞതല്ല. എന്റെ കുട്ടിയെ 18 വയസ്സായാലേ കെട്ടിക്കൂ എന്ന് വാശി പിടിക്കാൻ എനിക്ക് പറ്റൂല. എന്റെ കുട്ടിയെ കൊണ്ട് 10 വയസ്സായതിനു ശേഷം നിസ്കരിക്കാൻ കൽപ്പിക്കൂ എന്ന് ഞങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റൂല.
ഞങ്ങളെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞത്, ഇലാഹാകുന്ന അല്ലാഹു പറഞ്ഞത് എന്താണ്? അതിനപ്പുറം ഈ മതത്തിൽ ഒരു തീരുമാനമില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഒരു തീരുമാനം ഇവിടെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതൊക്കെ ദീന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. എത്ര റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. സുജൂദ് എങ്ങനെയാണ്, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് നിക്കാഹിലുണ്ട്, അത് ത്വലാഖിലുണ്ട്, അത് കച്ചവടത്തിലുണ്ട്, അത് എല്ലാറ്റിലുമുണ്ട്. ഒന്നിന് മാത്രമല്ല. നമ്മൾ കുറച്ചാൾക്കാർ കൂടി തീരുമാനിക്കുക ഇനി മുതലൊക്കെ വിവാഹം നടക്കുമ്പോൾ 18 വയസ്സായിട്ട് മതിയെന്ന്. അങ്ങനെ പറ്റൂല എന്ന് സമസ്ത പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ ദീനിൽ 18 വയസ്സായാൽ കെട്ടിച്ചയക്കണമെന്ന് നിർബന്ധമില്ല. 18 ആയില്ലെങ്കിൽ കെട്ടിക്കാൻ പാടില്ല എന്ന് പറയാനും പറ്റില്ല. വിവാഹത്തിന് ചില നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊന്ന് വായിച്ചു പഠിച്ചാൽ, സമസ്തയുടെ പാഠപുസ്തകം നോക്കി വായിച്ചു പഠിച്ചാൽ ഇന്ത്യ രാജ്യം തീരുമാനം തിരുത്തേണ്ടി വരും. എല്ലാ മതക്കാരും തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരും. പരിശുദ്ധ മതത്തിന്റെ തീരുമാനം, ആ വിവാഹത്തിന് ചില മാനദണ്ഡങ്ങൾ വച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ എത്തുന്നത് വയസ്സുകൊണ്ടല്ല. ഒരു സഹോദരിയെ രക്ഷപ്പെടുത്തുക, സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ വിവാഹം ഇവിടെ നടക്കണമെന്ന് വരുന്നുണ്ട്. ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 55 വയസ്സുള്ള ഒരു വിധവയെ വിവാഹം കഴിക്കുന്നത് ശാരീരിക സുഖത്തിനല്ല, ആ ഒരു സഹോദരിയെ സംരക്ഷിക്കാനാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ലേ ഉള്ളത്? സൈനബ് റളിയല്ലാഹു തആല അൻഹ ആദ്യത്തെ വിവാഹം തന്നെ 40 വയസ്സായ വിധവയാണ്. എന്നാൽ 6 വയസ്സുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കൽ മാത്രമല്ല, അതിലൂടെ വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തിന് ഇന്നും ആരുടെ മുമ്പിലും പറയാൻ പറ്റുന്ന 4 മാതൃകാ പുരുഷന്മാരില്ലേ? വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് 4 പേരെ നിങ്ങൾ കേൾക്കാറില്ലേ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്. വിവാഹം കഴിച്ചുകൊണ്ടാണ് ഇവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധമുണ്ടാക്കിയതും, ഇവരിലൂടെ അല്ലാഹുവിന്റെ ദീനിന് വലിയ കരുത്ത് നൽകിയതും, ഇവർ കാരണമായി മുസ്ലിം ഉമ്മത്തിന് വലിയ ശറഫ് നൽകിയതും. ഓരോ വെള്ളിയാഴ്ചയും ഈ മഹാന്മാരെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ആ ആത്മീയമായ ആ ബന്ധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സിദ്ദീഖ് തങ്ങൾ, ഫാറൂഖ് തങ്ങൾ 2 പേരുടെയും മക്കളെ നബി തങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മക്കളെ നബി തങ്ങൾ വിവാഹം കഴിക്കുകയല്ല, മറിച്ച് സ്വന്തം മക്കളെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ ചെയ്തത്. ആ വിവാഹം ഇങ്ങോട്ട് മാത്രം, വിവാഹം അങ്ങോട്ടുണ്ട്. ഈ വിവാഹത്തിലൂടെയുള്ള സുദൃഢമായ ബന്ധത്തെ, മീസാഖൻ വലീല എന്ന് പറഞ്ഞ ആ സുദൃഢമായ ബന്ധത്തെ ശാരീരിക ബന്ധമായി മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു ലോകം ശരീഅത്തിനെതിരിൽ കടന്നു വരുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീന് പറയാനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ദീന് പറയും. 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ കുട്ടി 2-ലല്ലേ പഠിക്കുന്നത്. കുറെ വരക്കാനുണ്ട്, ചിത്രം വരക്കാനുണ്ട്, കുറെ നിറം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് ഇപ്പൊ കൽപ്പിക്കണ്ട എന്ന് പറയാൻ ഒരു അധ്യാപകനെയും ഞങ്ങൾ സമ്മതിക്കൂല. 7 വയസ്സായാലും നിസ്കരിക്കണം എന്നുള്ളത് കൽപ്പിക്കേണ്ടത് ഞങ്ങളെ ബാധ്യതയാ. 10 വയസ്സായാൽ അടിക്കണം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ. പക്ഷേ 1400 കൊല്ലക്കാലമായി ഇതിന്റെ പേരിൽ അടി നടന്നിട്ടില്ല, അടിയുടെ പേരിൽ പരാതിയും വന്നിട്ടില്ല. അതേസമയത്ത് സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയത് കാമുകന് വേണ്ടിയായിരിക്കാം, നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല. മക്കളെ കൊലപ്പെടുത്തിയത് കാമുകന് വേണ്ടിയായിരിക്കാം, രാഷ്ട്രീയത്തിന് വേണ്ടിയായിരിക്കാം, സ്വത്ത് തർക്കത്തിന് വേണ്ടിയായിരിക്കാം. ഇസ്ലാമിന്റെ പേരിൽ എവിടെയും അടി നടക്കുന്നില്ല. അതിന്റെ പേരിൽ ഇവിടെ വാശി വരുന്നില്ല. അതിന്റെ പേരിൽ സ്നേഹം അകന്നു പോകുന്നില്ല. അതിന്റെ പേരിൽ തർക്കങ്ങൾ കടന്നു വരുന്നില്ല. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങളാണെങ്കിൽ, ഇസ്ലാമിന്റെ കർശന നിയമങ്ങളാണെങ്കിൽ, ഇസ്ലാമിന്റെ സമാധാന സന്ദേശമാണെങ്കിൽ, ഇസ്ലാമിന്റെ എന്താണെങ്കിലും അത് എല്ലാ കാലത്തും എല്ലാ ലോകത്തും കാലികമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നാളെ പരലോകത്തെ രക്ഷപ്പെടാം എന്നാണ് ഈ സമ്മേളനത്തിന്റെ 1-ാമത്തെ സന്ദേശം.
ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ഇസ്ലാമുണ്ടല്ലോ, കുറെ ഇസ്ലാമുണ്ടല്ലോ, ഏത് ഇസ്ലാമിലാണ്? ഇല്ല, ഒരൊറ്റ ഇസ്ലാം, ഒരൊറ്റ ഇസ്ലാമാണ് ഇവിടെയുള്ളത്, കുറെ ഇസ്ലാമില്ല. ഇസ്ലാമിന്റെ പേരിൽ പലരുമുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരു പദവി ശ്രദ്ധിച്ചോ, അത് നബി എന്ന് പറയുന്ന പദവി തന്നെയാണ്. മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്. അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നബി ആയതല്ല, അല്ലാഹു നബിയാക്കി അയച്ചതുകൊണ്ടാണ്. എന്ന് വേറൊരുത്തം വന്നിട്ട് പറഞ്ഞ നബിയാണ്, വേറൊരുത്തം വന്നിട്ട് പറഞ്ഞ നബിയാണ്. സംഗതി നബി തങ്ങൾ പറഞ്ഞ നബിയാണ്, മുസ്ലിമയും പറഞ്ഞു ഞാൻ നബിയാണ്. രണ്ടാളും ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഇവിടെ നബിയായത്. ഒരാളെ അല്ലാഹു നബിയാക്കി അയച്ചു, മറ്റേ ആളെ നബിയാക്കി അയച്ചില്ല. എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാളും ഇപ്പൊ നബിയാണെന്നല്ലേ പറയുന്നത്, അവിടെ നമ്മൾ തർക്കത്തിന് പോകണ്ട, ആരായാലും കുഴപ്പമില്ല, നമ്മൾ രണ്ടാളെ എതിർക്കാൻ പോകണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? സഹോദരിമാർ ശ്രദ്ധിക്കണം. ഏതൊരു വിഷയം വരുമ്പോഴും നമ്മളിപ്പോ എന്തിനാ അതിന് പോകണത് എന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോകാനുള്ള ഒരു അഴകുഴമ്പൻ നിലപാടിലേക്ക് പലരും പോകാറുണ്ട്. മധ്യസ്ഥന്മാരായി ചിലർ വരും. മധ്യസ്ഥന്മാർ, അവർക്ക് കച്ചവടത്തോട് താല്പര്യമുണ്ടാകും, അവർക്ക് കൃഷിയോട് വലിയ താല്പര്യമുണ്ടാകും, അവർക്ക് അധികാരത്തോട് വലിയ താല്പര്യമുണ്ടാകും. അങ്ങനത്തെ ആളുകൾ മധ്യസ്ഥന്മാരായി വരുമ്പോ നബി ആരായാലും കുഴപ്പമില്ല, തൽക്കാലം ഈ വിഷയത്തിൽ ഒരു തർക്കം വരാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിന്റെ നിയമം എന്താണ്? വമാ ആതാകുമുർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് എന്താണോ കൊണ്ടുവന്നത് വേണമെങ്കിൽ സ്വീകരിച്ചോ എന്നല്ല, ഫഖുദൂഹു, അതിനെ നീ മുറുകെ പിടിച്ചോ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. എന്നാൽ ആ ഒരു മുറുകെ പിടിക്കൽ മാത്രമല്ല, വമാ നഹാകും അൻഹു ഫന്തഹു ഖാലല്ലാഹു അസ്സ വജൽ. നബി തങ്ങൾ ഇവിടെ അല്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല എന്ന് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറയുന്നത് ഇലാഹാകുന്ന റബ്ബാണ്. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾ വ്യക്തമാകുന്നത്, പ്രസക്തമായി തീരുന്നത് അവിടെയാ. എന്നാലൊന്ന് ശ്രദ്ധിച്ചോ, ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ ആരൊക്കെയുണ്ട്? കടന്നു വരുന്ന ആളുകൾ ഞങ്ങൾക്ക് ചെറിയ പിഴവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന പേര് തന്നെയാണ്. 1400 കൊല്ലം ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളൊക്കെ വായിച്ചാൽ എല്ലാ മുഅ്മിനീങ്ങളെ മനസ്സിലും ഒരു വികാരമായി നിൽക്കുന്നവരുണ്ട്. അതാരാന്നറിയോ? നമ്മുടെ വല്യന്മാരും വല്യപ്പാരും ഈ LCD കാലത്ത് ജീവിച്ചവരല്ല, ഈ ക്ലിപ്പിങ്ങിന്റെ ലോകത്ത് ജീവിച്ചവരല്ല, ഈ മൊബൈൽ യുഗത്തിൽ ജീവിച്ചവരല്ല. അവർ നമ്മളെപ്പോലെ പുസ്തകം വായിച്ചിട്ടില്ല, അവർ റേഡിയോ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കടന്നുപോയ ആളുകളാണ്. അവർക്ക് വാർത്താ വിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും അവരെ കൽബിൽ വികാരമായി ഒരു വിഭാഗം ആരായിരുന്നു? അത് നമ്മുടെ വല്യപ്പാർക്കും വല്യമാർക്കൊക്കെ ആരായിരുന്നു? റിദ്വാനു റബ്ബി അൻകുമു യാ അഹ്ല ബദരിൻ മിൻകുമു നർജൂ നജാതൻ തുക്റമു കൂനൂ ലനാ യാ ഹൂദനാ. അസ്ഹാബുൽ ബദർ തന്നെയായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ബദരീങ്ങളെ എന്ന ഒരു വികാരം അവരെ മനസ്സിൽ വരികയാ. എന്റെ ഉമ്മമാര് ശ്രദ്ധിച്ചോ, സഹോദരിമാര് ശ്രദ്ധിച്ചോ, ആ ബദരീങ്ങൾക്ക് പറയാൻ പറ്റിയ പേരാണ് മുജാഹിദ്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്. ആ പരിശുദ്ധ അസ്ഹാബുൽ ബദറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പേരാണ് മുജാഹിദ്. ഇതേ പേര്
സ്വീകരിച്ചുകൊണ്ട് കുറച്ചാൾക്കാർ വന്നിട്ട് നിങ്ങൾ ബദരീങ്ങളെ പേര് ചൊല്ലല്ല, നിങ്ങൾ ബദരീങ്ങളെ എന്ന് പറയല്ല, നിങ്ങൾ ബദരീങ്ങളെ ആ പരിശുദ്ധമായ റമദാൻ 17 വരുമ്പോഴേക്ക് അന്ന് കുറച്ച് അധികം പത്തിരി ഉണ്ടാക്കല്ല, അന്ന് നിങ്ങൾ ഏറെ യാസീൻ ഓതല്ല എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ എന്ന് നിങ്ങൾ പറയല്ല എന്ന് ഹിന്ദുക്കൾ പറയാറില്ല, ക്രിസ്ത്യാനികൾ പറയാറില്ല, ബുദ്ധര് പറയാറില്ല, ജൈനര് പറയാറില്ല. എന്നാൽ ഈ ബദരീങ്ങളെ ഇതേ പേര് സ്വീകരിച്ച് ഒരു കൗമ് കടന്നു വന്നിട്ട് ബദരീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാം. നിങ്ങൾ നോക്ക്, ദീന് പൊളിക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ പഠിക്കണം. ഏതൊരു മുഖം സ്വീകരിച്ചുകൊണ്ടവര് ഒരു കുഞ്ഞിന് പനി വന്നിട്ട് പനിച്ചുകൊണ്ട് വല്ലാതെ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് ഒരാശ്വാസത്തിന് തൽക്കാലം ആ പനിയൊന്ന് ബ്രേക്ക് ചെയ്യാൻ ഒരു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു സൂചി എടുത്തിട്ട് ഒരൊറ്റ കുത്തട് തന്നാ കാണാമെന്നും പറയില്ല. പിന്നെയോ പതുക്കെ ഉഴിഞ്ഞു കൊടുത്ത് ചുണ്ടുമൊന്ന് തൊട്ട് ഒന്ന് കളിപ്പിച്ച് പിന്നെയും വീണ്ടും ഒന്ന് ഉഴിഞ്ഞു കൊടുത്ത് തമാശന്റെയും കളിന്റെ അടിയിൽ കൂടെ പതുക്കെ ഒരു കുത്താണ്. ഈ ഒരു സ്വഭാവം എല്ലാവരും സ്വീകരിക്കണം. വേദനിപ്പിക്കാനാണ്, സൂചി കൊണ്ട് കുത്താനാണ്. ഈ സൂചിക്കകത്തുള്ള ഈ ദ്രാവകം ഇവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്കങ്ങ് എത്താൻ വേണ്ടി ഞാൻ ഇപ്പൊ കുത്തും എന്ന് പറഞ്ഞിട്ട് വന്നാൽ കുട്ടിയോടും ചിലപ്പോ സമ്മതിക്കൂല, പെടയും. അതേ സമയത്ത് നല്ല കുട്ടിയാണല്ലോ, ആ ചിരി എന്തൊരു ചൊറുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ച് ചിരിപ്പിച്ച് അതിനിടയിൽ കൂടെ ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ തന്നെയാ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ബദരീങ്ങളാണെങ്കിൽ അവരെ പേരു തന്നെ ഒന്ന് സ്വീകരിച്ചു നോക്കാം. ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരമുണ്ട്. അതാണ് ജമാഅത്ത് എന്നുള്ളതെങ്കിൽ വല്യുപ്പമാർക്ക് ജമാഅത്ത് എന്ന് കേട്ടാൽ അതൊരു വികാരമാ. എന്നാൽ പിന്നെ ആ പേരൊന്ന് സ്വീകരിച്ചു നോക്കാം. 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ വന്നതിൽ 313 പേരുണ്ട്. അവർ മുർസലുകളാണ്. അവർക്ക് മാത്രമുള്ള ഒരു വിശേഷണമുണ്ട്. അത് മറ്റുള്ള നബിമാർക്കുള്ള വിശേഷണമല്ല. ആ വിശേഷണമാണ് അത്തബ്ലീഗ്. ആ പേരൊന്ന് സ്വീകരിച്ചു നോക്കുക. പേര് പലതും സ്വീകരിച്ചു നോക്കി. പക്ഷെ ഈ പേരുകളൊക്കെ സ്വീകരിച്ചു നോക്കിയിട്ടും വേഷങ്ങളാണെങ്കിലോ അതിലേറെ വലിയ വേഷങ്ങളൊക്കെ സ്വീകരിച്ചു. ഇതുകൊണ്ടൊന്നും ദീന് ഇവിടെ പൊളിക്കാൻ കഴിയുന്നില്ല എന്നത് കടന്നുപോയ ഒരു 10, 75, 60, 65, 70 കൊല്ലത്തെ ചരിത്രം. അതേസമയം മുജാഹിദിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവരും പഠിച്ചോ? മുജാഹിദിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ ലക്ഷ്യം. അതങ്ങനെ പറയൂല എന്ന് മാത്രം. അവരെ ലക്ഷ്യം അതായിരുന്നു. ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. സാക്ഷാൽ ഇബ്ലീസിന്റെ ലക്ഷ്യമാണത്. പിശാചിന്റെ ആഗ്രഹമാണ്, ശൈത്വാനിന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹവുമായി കടന്നു വന്നതുകൊണ്ടാണ് അമ്പിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ലോകത്തേക്ക് കടന്നു വന്ന ദിവസത്തിൽ ആ നേതാവിനോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് 13 ലക്ഷം പ്രിയപ്പെട്ട പിഞ്ചുമക്കള് അവർ പാടവരമ്പത്തിലൂടെ റോഡിന്റെ സൈഡിലൂടെ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നിട്ട് യാ നബി സലാം, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇങ്ങനെ 13 ലക്ഷം കുട്ടികൾ ഇങ്ങനെ യാ നബി സലാം എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിനോട് സലാം പറയുമ്പോ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാണ്. കോടാനുകോടി മലായികത്തിന് ഇഷ്ടമാണ്. ലോകത്തുള്ള ഓരോ മണൽത്തരികൾക്ക് അവരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുമ്പോ അങ്ങനെ ചൊല്ലല്ല, അങ്ങനെ പാടല്ല, അതിനുവേണ്ടി നടക്കല്ല.
അതിനുവേണ്ടി കുട്ടികളെ സ്വഫാക്കി നിർത്തല്ല, അതിനുവേണ്ടി മദ്രസക്ക് ലീവ് കൊടുക്കല്ല എന്ന് പറയുന്നത് ദുനിയാവിൽ രക്ഷപ്പെടാനല്ല, ആഖിറത്തിൽ രക്ഷപ്പെടാതിരിക്കാനാണ്. ഇത് ഇബ്ലീസിന്റെ താല്പര്യമല്ലേ? ഈ ഒരു താല്പര്യം ഇവളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മുഅ്മിനെ ഒന്ന് ശ്രദ്ധിച്ചോ. അമ്പിയാക്കളിൽ നിന്ന് ജനങ്ങൾ അകലേണ്ടതുണ്ട്, ഔലിയാക്കളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്, മശായിഖുമാരെ മാറ്റിവെക്കേണ്ടതുണ്ട്, സ്വാലിഹീങ്ങളോട് എതിർപ്പ് കാണിക്കേണ്ടതുണ്ട്. അപ്പോഴേ പരലോകത്തൊരാൾ പരാജയപ്പെടും. നമ്മൾ കരുതിയമാരുന്നില്ല, എന്റെ തോളിൽ ഷാളുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പരലോകത്തിൽ രക്ഷപ്പെടുന്നില്ല. വകൽബുഹും ബാസിത്തുൻ ദിറാഅൈഹി ബിൽ വസീദ്. ഒന്ന് ചൊല്ല്, വകൽബുഹും ബാസിത്തുൻ ദിറാഅൈഹി ബിൽ വസീദ്. ഒരു നായയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ആ നായക്ക് തലപ്പാവില്ലായിരുന്നു, ആ നായക്ക് ഷാളില്ലായിരുന്നു. ആ നായ സ്വർഗത്തിലാണ്. എന്തിന്റെ പേരിൽ? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ അല്ലാഹു ആ നായെ പോലെയെങ്കിലും സ്വർഗത്തിന്റെ അഹ്ലിക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കും. ഖാലിഖാകുന്ന റബ്ബ് ഒരാൾക്ക് സ്വർഗം എന്ന് പറയുന്ന പരലോകത്തുള്ള ആ ഉന്നത വിജയം ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരെ തള്ളി പറയാതിരിക്കണം, സ്വാലിഹീങ്ങളെ ആക്ഷേപിക്കാതിരിക്കണം, ഔലിയാക്കളെ വിമർശിക്കാതിരിക്കണം. ഇതിൽ യാതൊരു തർക്കവുമില്ല. ഒരാൾ 24 മണിക്കൂർ സുജൂദില്ല, പക്ഷേ അള്ളാഹുവിന്റെ ഔലിയായിൽ ഒരു മഹാനെ തള്ളി പറഞ്ഞാൽ മതി, അവന് സ്വർഗ്ഗം ഹറാമാണ്. ശ്രദ്ധിക്കുക, മുജാഹിദുകൾ ശ്രദ്ധിച്ചത് അവിടെയാണ്. എന്തു തന്നെ കാര്യങ്ങൾ ചെയ്താലും മഹാന്മാരിലേക്ക് അടുക്കാൻ സമ്മതിക്കൂല. ജമാഅത്തുകാരും ശ്രദ്ധിച്ചതാണ്. തബ്ലീഗ് ജമാഅത്ത്, ഒരു വാക്ക് ഞാൻ പറയട്ടെ, എല്ലാവരും ചോദിക്കുക എന്താണ് അവർക്ക് കുഴപ്പം? ചോദിക്കുന്നത് അതേ ചോദിക്കുന്നുള്ളൂ. എന്താണ് അവർക്കുള്ള ഗുണം എന്നൊരാളും ചോദിക്കുന്നില്ല. എന്താണ് അവർക്കുള്ള ഗുണം എന്ന് ചോദിക്കുന്നില്ല. വിതരണം ചെയ്ത് മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് വായിക്കാൻ കൊടുക്കുന്ന ഖുർആൻ പരിഭാഷയിൽ വരെ ഉണ്ട്. മഹാന്മാരെ മഖബറയിലേക്ക് ഒരാള് മധുര പലഹാരവുമായി സിയാറത്തിന് പോകുന്നുണ്ടെങ്കിൽ ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അമ്പലങ്ങളിലേക്ക് ഹൈന്ദവ സുഹൃത്തുക്കൾ പോകുന്നത് പോലെയാണ് എന്ന് തബ്ലീഗുകാരില്ല. അല്ലാഹു ശപിച്ച വിഭാഗമാണിവർ. അവരെ താടിയോ അവരെ തസ്ബീഹുമാലയോ നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല. മഹാന്മാരെ മഖബറയിലേക്ക് സിയാറത്തിന് പോകുന്ന സമയത്ത് അവല് കുഴച്ച് കൊണ്ടുപോയി നമ്മളെ വല്യപ്പാര്. എന്തിന്? അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി മഹാന്മാരെ ഹദ്റത്തിൽ ധാരാളം മുഅ്മിനീങ്ങൾ ഉണ്ടാകും. അവർക്കൊക്കെ കൊടുത്ത് അതിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി. എന്നാൽ ഈ ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അമ്പലങ്ങളിലേക്ക് പോകുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപകടം എത്രയാണ്? മുജാഹിദും ജമാഅത്തും പറയാൻ മടിക്കുന്നതും പറയാൻ മടിയില്ലാത്തവരാണ് തബ്ലീഗുകാർ. പെട്ടുപോയാൽ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ സംഘങ്ങളൊക്കെ ശ്രദ്ധിച്ചത് മഹാന്മാരിലേക്ക് അടുക്കാതിരിക്കുക. എന്നാൽ പിന്നെ ഈ സംഘങ്ങൾ മുഴുവനും ഇവിടെ വന്നിട്ട് കേരളത്തിൽ 9000-ലേറെ മദ്രസകൾ, ആ മദ്രസകൾ ഔസുല്ലാദമിനൊക്കെ പറ്റി പറയുന്ന മദ്രസകള്, റിഫാഴിമാല ചൊല്ലുന്ന മദ്രസകളാണ്, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന മദ്രസകളാണ്, നബിദിനം ആഘോഷിക്കുന്ന മദ്രസകളാണ്, എന്നെല്ലാം മരിച്ചുപോയ മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രാർത്ഥന ദിനം പോലും നടത്തുന്ന മദ്രസകളാണ്. ഇങ്ങനെ 9000 മദ്രസകൾ, ഈ സംഘങ്ങളൊക്കെ വന്നിട്ടും പിന്നെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? ഇതാ സംശയം, ഇതാണ് സംശയം. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തെളിഞ്ഞു വരുന്നത്. വലക്കൽ മുല്ലക്കോയത്തങ്ങൾ ചൊല്ലിക്കോ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖുതുബ് സമാനായിരുന്നു അവർ, സമാനിന്റെ ഖുതുബായിരുന്നു അവർ. ആ മഹാനാകുന്ന വരക്കൽ തങ്ങളടക്കമുള്ള മൗലാന പാങ്ങിൽ ഉസ്താദ് അടക്കമുള്ള ആ സമാനിലെ മഹാന്മാരാകുന്ന മശായിഖുമാര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ സംവിധാനം ഉണ്ടാക്കുകയാണ്.
1926 കാലഘട്ടത്തിൽ ആ പെണ്ണുങ്ങളെ പഠിച്ചോ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവശ്യമുള്ള സമയത്ത് മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് SYS രൂപീകരിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് SKSSF ഉണ്ടാക്കി, സുന്നി മഹല്ല് ഫെഡറേഷൻ, അതുപോലെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി ബാലവേദി വരെ, ചെറിയ പിഞ്ചുമക്കൾക്ക് വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജമാഅത്തായി പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനം ഈ മഹാപണ്ഡിതന്മാർ ഉണ്ടാക്കി തരികയാണ്. ഈ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ അള്ളാഹുവിന്റെ ദീന് കെട്ടിപ്പടുക്കുക എന്നത്, ഈ ദീൻ ഇവിടെ നിലനിർത്താനുള്ള വളരെ വലിയ പരിശ്രമം നടത്തുക എന്നത്, അത് പണ്ഡിതന്മാർ അവരുടെ ഒരു ബാധ്യതയായി അവർ നിർവഹിച്ചു. അങ്ങനെ നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, നാളെ പരലോകത്ത് പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു മതിൽക്കെട്ട്, ആ പരിശുദ്ധമായ മതിൽക്കെട്ടിലൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണമാണ്. ഈമാന് കവർന്നെടുക്കാൻ വരുന്ന മുബത്തദികളിൽ നിന്ന്, ബിദ്അത്തുകാരിൽ നിന്ന് പാവപ്പെട്ട മുഅ്മിനെ രക്ഷപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തിന് പദ്ധതി ഉണ്ടാക്കി. അതോടുകൂടി ശ്രദ്ധിച്ചു, മുജാഹിദുകൾ, ജമാഅത്തുകാർ വേറെ കോലത്തിൽ, തബ്ലീഗുകാർ മറ്റൊരു കോലത്തിൽ, അങ്ങനെ പലരും പല കോലത്തിൽ വന്നിട്ട് പോലും സമസ്തയുടെ ഈ സാന്നിധ്യം ഉള്ള കാലത്തോളം ഈ ദീന് പൊളിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദീനിന്റെ ശത്രുക്കൾ പിന്നെ ശ്രമിച്ചത് ദീനിന്റെ പരിശുദ്ധ സംരക്ഷണ മതിൽക്കെട്ടാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മതിൽക്കെട്ട് ഇത് പൊളിച്ചു കളയണമെന്ന് തീരുമാനിച്ചു. എന്നാലേ അകത്തു കടക്കാൻ കഴിയും. ഇതൊരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾ ഒരു പക്ഷേ വഴന്നു കേട്ടാൽ, ഒരാൾ പറയുന്നത് കേട്ടാൽ, അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകും, തസ്ബീഹ് ചൊല്ലുന്നവനല്ലേ, ദിക്ർ ചൊല്ലുന്നവനല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിന് നേതൃത്വം നൽകുന്നവരല്ലേ, പള്ളികൾ സ്ഥാപിക്കുന്നവരല്ലേ, യതീംഖാനകൾ, അറബി കോളേജുകൾ, അങ്ങനെ നാമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സംവിധാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, ഈ ആളുകളങ്ങ് ദീൻ പൊളിക്കുമോ? ഇതാ നിങ്ങൾ സംശയിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദീന് പൊളിക്കാൻ വരുന്ന ആള് ഞാനൊരു പൊളിയനാണ് എന്ന് പറഞ്ഞു വരൂല. ഞാൻ ഇത് നിങ്ങളെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ടേ വരൂ, പൊളിക്കാനാണ് എന്ന് പറഞ്ഞു വരില്ല. അറിയുമോ നിങ്ങൾക്ക്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനാകുന്ന സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് ഒരുത്തൻ കടന്നു വന്നത്. മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരുത്തൻ കടന്നു വന്നു. ആ കടന്നു വന്നവനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരുത്തൻ വന്നു. അവന് ഭൗതികമായ ലക്ഷ്യങ്ങളേ ഉള്ളൂ. എല്ലാവരും പഠിക്കുക, ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രമേ അവനുള്ളൂ, വേറെ ഒരു ലക്ഷ്യം അവനില്ല. ഭൗതികമായ ലക്ഷ്യം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, അവന് അല്പം സമ്പത്ത് കിട്ടണം. സമ്പത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഹാജിയുടെ മുമ്പിലേക്കടെ കടന്നു വന്നിട്ട് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുമ്പോ ഹാജിയോടുള്ള സ്നേഹമാണ് എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ ഹാജിയുടെ മരണപ്പെട്ട പിതാവിനോടുള്ള വാത്സല്യമാ തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു ചാക്ക് അരിയായിരിക്കാം, വേണ്ടത് അല്പം പണമായിരിക്കാം. അബൂ ഹുറൈറ തങ്ങളെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് സമ്പത്ത് അല്പം കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്, സക്കാത്തിന്റെ മുതൽ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ മുമ്പിൽ വന്നിട്ട് ഇത് പതുക്കെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ച്, അങ്ങനെ എടുക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ വന്ന ചങ്ങായിട്ടല്ലോ അവൻ കരയാൻ തുടങ്ങി. പാവ അബൂ ഹുറൈറ, അവർക്കത് മനസ്സിലാകണ്ടേ? ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ കുറെ പാവപ്പെട്ട ആൾക്കാരുണ്ട്. കരച്ചിൽ കണ്ട ഇയാൾക്ക് ഇതിന് നേരത്തെ തന്നെ ഒരു പരിശീലനം സിദ്ധിച്ച ആളാണ്, പെട്ടെന്ന് കരയാൻ പറ്റുന്ന ആളാണ് എന്നൊന്നും ഈ വന്ന ആൾക്കാർക്ക് തിരിയൂല. ആ കരച്ചിലങ്ങ് കണ്ടുപോയപ്പോൾ മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങളെ മനസ്സിന് അലിവ് തോന്നിപ്പോയി. പക്ഷേ സക്കാത്തിന്റെ മുതലല്ലേ, വക്കീലായി എന്നെ ഇവിടെ വക്കീലാക്കി നിയമിച്ചിട്ടുള്ളത്,
അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവരെ സമ്മതമില്ലാതെ എടുക്കാനോ കൊടുക്കാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊടുത്തില്ല. വന്ന ആൾ കരഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് ധാരാളം മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്, എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, എന്നെ കൊണ്ട് ജീവിക്കുന്ന കുറെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ വിട്ടു, നിങ്ങൾ ഇന്ന് തൽക്കാലം പോയിക്കോ, ഇതെടുക്കാൻ പറ്റൂല, കൊടുക്കാനും പറ്റൂല, അതിനൊക്കെ അനുമതി കിട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ തിരിച്ചയച്ചു. ഇനി ഈ വൈക്കാൻ മനുഷ്യൻ വരൂല എന്നാ വിചാരിച്ചത്. പക്ഷേ മുമ്പ് കാസിമി പറഞ്ഞൊരു ഊപ്പ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ 3 അക്ഷരമില്ലാത്ത ആൾക്കാർക്ക് പിന്നെയും വരാം. അദ്ദേഹം പിന്നെയും വരിക. വന്നിട്ട് പറയാൻ തുടങ്ങി, പാരാബ്ദങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നെക്കൊണ്ട് കുറച്ച് കുട്ടികളൊന്നല്ല, ജീവിക്കുന്ന ആയിരക്കണക്കിന് മക്കളാ. ഇവരെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇവൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. മഅദല്ലാഹ്, അവന്റെ ശർറിൽ നിന്ന്, അവനെപ്പോലോത്തവരുടെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു പ്രവർത്തനം നടത്തി എന്ന് മാത്രമല്ല, അവസാനം ഇവന്റെ വരവൊന്ന് നിർത്തുന്നതിന് വേണ്ടി മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇനി നിന്നെ ഞാൻ കോടതിയിൽ കൊണ്ടുപോവുകയാണ്. ഇസ്ലാമിന്റെ കോടതി ഏതാണ്? കോടതിയുടെ അധിപനാരാണ്? മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ കൊണ്ടുപോയ ഏതൊരു പിശാചാണെങ്കിലും, ഏത് ശൈത്താനാണെങ്കിലും, എത്ര വലിയ മോഷ്ടാവാണെങ്കിലും അവിടെ ചെന്നാ പിന്നെ കാര്യങ്ങളൊക്കെ പൊളിയുമെന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് കീഴ്ക്കോടതിയിലൊക്കെ കുറച്ചൊക്കെ പോകാമെന്നാണെങ്കിലും മേൽക്കോടതി എന്നൊക്കെ പറയുമ്പോഴേക്ക് ബേജാറ് തുടങ്ങാറുണ്ട്. ഈ കാലത്തും അങ്ങനെ തന്നെയാണ് ചില കള്ളന്മാരിൽ നിന്ന് കണ്ടുവരുന്നത്. എന്നാൽ അബൂ ഹുറൈറ തങ്ങൾ കോടതിയിൽ കൊണ്ടുപോകും. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദറത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കയ്യെ പിടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്നേരം നീ രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഏതായാലും ചോദിച്ച പണം കിട്ടിയില്ല, ആവശ്യമുള്ള കാശ് കിട്ടിയില്ല, സമ്പത്തി എനിക്ക് അപഹരിക്കാൻ കഴിഞ്ഞില്ല. ഇനി രക്ഷപ്പെടാനാണ് എന്റെ ആവശ്യം. അതിനെന്താ വേണ്ടത്? ഈ ആളെ സ്വാധീനിക്കാൻ പറ്റുന്നത് എന്താണ്? അതുതന്നെയാണ് ആലോചിക്കുന്നത്. എന്നെ വിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ അബൂ ഹുറൈറ തങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു ഇൽമ് പറഞ്ഞു തരട്ടെയോ? വഅള് എന്ന് പറഞ്ഞാൽ, മതപ്രഭാഷണമെന്ന് പറഞ്ഞാൽ, ഇൽമിന്റെ സദസ്സെന്ന് പറഞ്ഞാൽ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങൾക്ക് അതിലേറെ താല്പര്യമുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുറഞ്ഞ കാലമാണ് നബി തങ്ങൾക്കൊപ്പം ജീവിച്ചതെങ്കിലും സുബ്ഹാനല്ലാഹ്, ഏത് ഹദീസിന്റെ കിതാബ് മറിച്ചു നോക്കിയാലോ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് കാണാതിരിക്കൂല. എവിടെ ഹദീസ് ഉണ്ടെന്ന് കേട്ടാൽ, എവിടെ ഇൽമുണ്ടെന്ന് കേട്ടാൽ അത് ഓടിപ്പോയി കണ്ടെത്താൻ, സ്വീകരിക്കാൻ മടിയില്ലാത്ത ആവേശമുള്ള നേതാവ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ബറക്കത്തുള്ള അല്ലാഹു നാഫിയ ഇൽമ് നമുക്ക് നൽകുമാറാവട്ടെ. ഇൽമ് ഒരു ഹർഫ് പോലും ദുനിയാവിലേക്കുള്ള ഇൽമാവാതെ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇൽമാക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇൽമെന്ന് കേട്ടപ്പോൾ കയ്യിനെ പിടുത്തുന്നതായി. ഇൽമെന്ന് കേട്ടപ്പോഴേക്ക് പിടുത്തം വിട്ടു. എന്നിട്ട് ഇൽമ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ കേൾക്കുന്ന ഇൽമേതാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയാണ് കേൾക്കുന്നത് മക്കളെ. ആയത്തുൽ കുർസിയുടെ മഹത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്തൊരു നിധി കിട്ടിയ സന്തോഷമാണ്. വെറുതെ വിട്ടല്ലോ വന്ന മോഷ്ടാവിനെ, കളവ് നടത്താൻ വന്ന, ധനം അപഹരിക്കാൻ വന്ന, തന്റെ മുമ്പിലുള്ള സക്കാത്തിന്റെ മുതൽ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങള് തന്റെ മുമ്പിലുള്ള കള്ളനെ വെറുതെ അങ്ങ് വിട്ടുപോയി.
ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാറ്റലൈറ്റ് വഴിയല്ല, മൊബൈൽ വഴിയല്ല, ഒരു ദൂതൻ മുഖേന അല്ല, എല്ലാം അറിയുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാർക്ക് മാത്രം തോന്നിപ്പോയത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല, തബ്ലീഗുകാർക്ക് മാത്രം തോന്നിപ്പോയതാ. എന്നാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കൃത്യമായി അറിയുന്നു, കാണുന്നു. മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ പ്രഭാതം സുബഹി നിസ്കാരത്തിന് വേണ്ടി അബൂ ഹുറൈറ തങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് കാത്തിരിക്കുന്ന സമയം. സഹോദരിമാരെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നലെ വന്ന ആൾ എങ്ങനെയുണ്ട്? വന്ന ആളെ കുറിച്ച് പറഞ്ഞാൽ തീരുമോ? അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ നീളം എത്രയാ, അദ്ദേഹത്തിന്റെ താടിയുടെ അഴക്, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സൗന്ദര്യം, അദ്ദേഹം പറഞ്ഞ വിഷയത്തിന്റെ ഗാംഭീര്യം, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഇൽമിന്റെ മഹത്വം, ഇത് പറഞ്ഞാൽ തീരുമോ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്തൊരു ഇൽമാണ്, വല്ലാത്തൊരു അറിവാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞ ഒരു വാക്ക്, പെണ്ണുങ്ങളെ മറക്കല്ല, കാരണവന്മാര് പഠിക്കേണ്ടതുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ അബാ ഹുറൈറ ഇന്നഹു കസ്വദഖക, അവൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് സത്യമാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം തെറ്റല്ല, അത് ശരിയായ ഇൽമ് തന്നെയാണ്, ശരിയായ അറിവ് തന്നെയാണ്, സത്യസന്ധമായ വിവരം തന്നെയാണ്. ഇന്നഹു കസ്വദഖക, നിങ്ങളോട് അപ്പറഞ്ഞത് വല്ലാത്ത നല്ല സ്വാദിഖായ വാക്ക് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം അബൂ ഹുറൈറ നിങ്ങൾ മനസ്സിലാക്കണം, വഹുവ കദൂബുൻ വഹുവ കദൂബുൻ വഹുവ കദൂബുൻ, അവൻ പച്ചക്കള്ളം പറയുന്നവനാണ്, കളവ് പറയാൻ ഒരു മടിയില്ലാത്തവനാണ്. 1000 ഉറുപ്പ്യെങ്കിലും നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് എല്ലാ തിരുവാലിയിലും തിരുകേശത്തിന് വേണ്ടി ബോർഡ് വെച്ചിട്ട് അവസാനം പറയാ, ഞാൻ നയാ പൈസ പിരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക. നമ്മൾ നോക്കണ്ടെന്ന് വിചാരിച്ചാലും നോക്കിപ്പോകുന്ന രൂപത്തിൽ എല്ലാ തെരുവുകളിലും ഈ ബോർഡുകൾ. 1000 ഉറുപ്പ്യ തരൂ പള്ളി ഉണ്ടാക്കാൻ. പാണക്കാട്ട് തങ്ങൾ വരെ പൈസ തന്നുപോയി, ഇനി എന്തിനാ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു വരെ പണപ്പിരിവ് നടത്തിയിട്ട് അവസാനം നയാ പൈസ പോലും പിരിച്ചിട്ടില്ല. വഹുവ കദൂബുൻ, റസൂലുള്ളാഹിന്റെ വാക്കിന്റെ അർത്ഥം ഏത് കാലത്ത് പറഞ്ഞാൽ തീര. അല്ലാഹു നാഫിയായ ഇൽമ് നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വരാൻ പോകുന്ന ഏതൊക്കെ വ്യാജന്മാരുണ്ടോ അവരുടെ സ്വഭാവങ്ങൾ പ്രതീക്ഷിക്കാത്ത ലോകത്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്കപ്പുറം ചില കാര്യങ്ങളൊന്ന് പറയുമ്പോ അന്ന് നാമാണെങ്കിൽ ചിന്തിച്ചു പോകില്ലേ, ഇതൊക്കെ നടക്കുന്നതാണോ എന്ന്. ഇനി വരാനുള്ളതും നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വഹാബത്തിന്റെ, മശായിഖുമാരുടെ, സ്വാലിഹീങ്ങളുടെ ആ പരിശുദ്ധമായ ആദർശമുണ്ടല്ലോ, ആ സുന്ദരമായ ആദർശത്തെ ഇവിടെ വ്യാജ ആദർശമായി ചിത്രീകരിക്കാനോ വിഘടനവാദങ്ങളിലൂടെ പുതിയ ചിന്തകൾ കൊണ്ടുവരാനുമൊക്കെ പലരും പല പേരിലും ശ്രമിച്ചപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനുവദിക്കാതെ പോയപ്പോ അവസാനം ഇവർ തീരുമാനിച്ച സമസ്തയെ പൊളിക്കണം. എന്തേ കാരണം? വരക്കൽ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായമില്ല. മൗലാന അബ്ദുൽ ബാരി തങ്ങൾ പറഞ്ഞാൽ, പറവണ്ണ ഉസ്താദ് പറഞ്ഞാൽ, പാങ്ങിൽ ഉസ്താദ് പറഞ്ഞാൽ, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞാൽ എന്റെ അഭിപ്രായമില്ല. പിന്നെ അതാണ് ദീന്. അത്രയും സൂക്ഷ്മതയുള്ള തഖ്വയുള്ള മഹാന്മാരാകുന്ന ഈ ആലിമീങ്ങൾ അവർ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ ഇനി ഒരു സംഘം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. ആ സംഘത്തിന്റെ പണി എന്താ അറിയോ? കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കരുത് എന്ന് പ്രചരിപ്പിക്കൽ, ശംസുൽ ഉലമയെ അംഗീകരിക്കരുത് എന്ന് പ്രചരിപ്പിക്കൽ, ശിഹാബ് തങ്ങളെ അംഗീകരിക്കരുത് എന്ന് പ്രചരിപ്പിക്കൽ. ആ ഒരു പ്രചരണത്തിലൂടെ സാധ്യമാകുന്നത് എന്താണ്? ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ അഭിപ്രായമായി പറയുന്നതല്ല, എനിക്ക് തോന്നിയത് പറയുന്നതും അല്ല. സത്യസന്ധമായി ഞാൻ ഈ പറയുന്നത്
ഖാലിഖാകുന്ന റബ്ബിന്റെ മുമ്പിൽ വരെ പോയി പറയാനുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹീങ്ങളിലേക്ക് നമ്മെ ചേർക്കുമാറാവട്ടെ. 1989 എല്ലാവരും പഠിക്ക്. 989 എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം 63 വയസ്സ് പ്രായമുള്ള സമയമാണ്. 63 വയസ്സ് പ്രായമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. ആ സമയത്ത് സമസ്തയെ നയിക്കുന്നത് ആരാണ്? ചെറുപ്പക്കാരൊന്ന് പഠിക്ക്. ഒരു 25-30 വയസ്സുള്ള ആളുകൾ, 25-30 വയസ്സൊക്കെയുള്ള ആളുകൾ ചിന്തിക്കണം. 89 എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള അവസ്ഥ എന്താവുന്ന സത്യസന്ധമായി ആലോചിക്ക്. കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പള്ളികള്, മദ്രസകള്, ദർസുകള്, അറബി കോളേജുകള്, സമ്മേളനങ്ങള്, ഒരുപാട് ദീനീ സംവിധാനങ്ങൾ, എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തുള്ള 2 മഹാന്മാരെ പേര് ശ്രദ്ധിക്ക്. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശംസുൽ ഉലമാഇ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 89 ഇവരാണ് സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 മഹാന്മാരെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ആ മഹാന്മാരെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. അതിന് മാത്രം മഹത്വങ്ങൾ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ശറഫ് നൽകിയ മഹാന്മാരാണ്. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവിനോടൊക്കെ നമ്മൾ ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് ഉസ്താദേ മഴയില്ല, വെള്ളമില്ല, വറ്റി വരണ്ടു, നെൽപ്പാടങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്, വുളൂ ചെയ്യാൻ പോലും കഷ്ടപ്പെടുകയാണ്, പരിഹാരം വേണം. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൂട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ. മഴ ആ സമൂഹത്തിനങ്ങ് വാങ്ങിക്കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിന് എതിരായി കണ്ണിയത്ത് ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. ആ കണ്ണിയത്ത് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അല്ലാഹു മഴ കൊടുത്തില്ലേ? ഈ കണ്ണിയത്ത് ഉസ്താദാ. നമ്മളെപ്പോലൊന്നല്ല. പ്രായാധിക്യ വേളയിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോ ആ സമ്മേളനത്തിലേക്ക് മഹാനാകുന്ന ഉസ്താദിനെ കൊണ്ടുവരികയാണ്. സമീപത്തുള്ള ഒരു റൂമിൽ വിശ്രമിക്കുന്ന മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തു. ആ റൂമിലേക്ക് കൊണ്ടുവന്നതും കസേരയിൽ ഇരുത്തിയതുമൊക്കെ ഖാദിമീങ്ങളാണ്. നീ എഴുന്നേൽക്കണമെങ്കിൽ ഉസ്താദിന് സഹായം ആവശ്യമാണ്. ആ തരത്തിൽ ക്ഷീണമുള്ള പ്രായമുള്ള സമയം വെള്ളം കുടിച്ചതിന് ശേഷം വുളൂ ചെയ്യാൻ നിസ്കരിക്കാൻ സമയം മെഴുകി വൃത്തിയാക്കാൻ വേണ്ടി മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന് എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല. ഇരിക്കുന്ന കസേരയിലേക്ക് അല്പം വെള്ളം കൊണ്ടുവന്ന് വായിലൊഴിച്ചു കൊടുത്തു. തുപ്പിക്കളയാൻ വേണ്ടി ഒരു പാത്രം കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ണിയെത്തുന്നവർ തുപ്പുന്നില്ല. അന്ന് അവിടെയുള്ള ഖാദിമീങ്ങളെ കൂട്ടത്തിൽ ഒരാൾ തൊയ്യിബ് ഫൈസിയായിരുന്നു. അദ്ദേഹം പറയാം, എന്തുകൊണ്ട് മനസ്സിലായി, വലതുഭാഗത്താണ് പാത്രം കാണിക്കുന്നത് അല്ലെങ്കിൽ മുൻഭാഗത്താണ്? അവസാനം ഞങ്ങൾ കസേര പിടിച്ചിട്ട് പതുക്കെ തിരിച്ചട വെച്ചു. എന്നിട്ട് ഇടതുഭാഗത്ത് കാണിച്ചു കൊടുത്തു. അന്നേരം ഉസ്താദ് തുപ്പിയത്. മുത്തുനബി ജീവിതത്തിൽ ഒരിക്കൽ പോലും വലതുഭാഗത്തേക്ക് തുപ്പാത്തത് കൊണ്ട് ഈ അഹ്മദിനും അതിന് കഴിയൂല എന്ന് ചിന്തിച്ച കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവരാണ് 89 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വക്കറ്റിട്ട് അങ്ങനെ പോകൽ കണ്ടുവരി. നിങ്ങൾ ഈ മനുഷ്യന്മാർക്ക് മാത്രം കൂലി വാങ്ങിക്കൊടുത്താൽ എന്ത് ചെയ്യാം? കണ്ണിയത്ത് ഉസ്താദ് 93 കൊല്ലം ജീവിച്ചിട്ട് ഉസ്താദ് സമയവും സമ്പത്തും ആരോഗ്യമൊക്കെ ദീനു വേണ്ടി കൊടുത്തു. ശംസുലമായി തങ്ങൾ കൊടുത്തു. മൗലാന അബ്ദുൽ ബാരി തങ്ങൾക്ക് അള്ളാഹു വലിയ സമ്പത്ത് കൊടുത്തു. ശ്രദ്ധിക്കുക, അബ്ദുൽ ബാരി തങ്ങൾക്ക് വലിയ സമ്പത്ത് കൊടുത്തു. ആ കാലത്ത് 51-ലൊക്കെ നമ്മളെ ഇവിടുത്തെ ഭൂമിന്റെ വില എത്ര? 951. എന്നാൽ 51 മഹാനാകുന്ന അബ്ദുൽ ബാരി ഉസ്താദിന്റെ കയ്യിൽ 2 ലക്ഷം റുപ്യ ഉണ്ടായി. പൈസ തങ്കരിച്ചിടപ്പെട്ടി തങ്കാരപ്പെട്ടി ഉണ്ടല്ലോ, ആ തങ്കാരപ്പെട്ടി സൂക്ഷിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് പൈസ. എന്നിട്ട് ദീനിന് വേണ്ടി ഇങ്ങനെ സഹായിക്കും.
ഇഷ്ടംപോലെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം അടക്കം ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ തിരുവാലിയിലെ സമ്മേളനമാകുമ്പോൾ എല്ലാവരോടും വരാന്നുള്ള ഞങ്ങൾ കൂടി തീരുമാനിച്ചായിട്ട് വരണം. നമ്മൾ തീരുമാനിച്ചാണ്, അല്ല നിങ്ങൾ ക്ഷണിക്കേണ്ട ആവശ്യം പോലില്ല. നമ്മൾ നേരത്തെ തീരുമാനിച്ച നേതാക്കന്മാരൊക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ട് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തങ്ങളെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടായിട്ട് അതൊക്കെ കൊടുത്ത് സമസ്തക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അവസാനം ഷെയ്ഖുന വഫാത്തായപ്പോ ആ പെട്ടിയൊന്ന് തുറന്നു നോക്കി, ഇനി എന്തായാലും ഉള്ളത് നോക്കുമ്പോ 73 പൈസയാ ബാക്കിയുള്ളത്. 73 പൈസ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റംലിയോടെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട റംലി സഖാഫി ഒക്കെ ഞങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. 23-ാം നിങ്ങളൊക്കെ മലപ്പുറത്ത് വരണം. അന്ന് ഇൻഷാ അല്ലാഹ് കുറെ മനുഷ്യന്മാരവിടെ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ദീനിന് വേണ്ടി തന്നെ ഏതെങ്കിലും തെറ്റായ പ്രവർത്തനത്തിൽ ഇതുവരെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഇതുപോലത്തെ മജ്‌ലിസൊക്കെ ഞങ്ങൾ കാണുന്നത്. 23-ാം തീയതി സഖാഫി സമ്മേളനം അവിടെ നടക്കുമ്പോൾ നിങ്ങൾ അതിലൊക്കെ വരണമെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു. ഞാൻ പറയുന്നത് മൗലാന അബ്ദുൽ ബാരി തങ്ങളെ 2 ലക്ഷം രൂപ കയ്യിലുണ്ടായിട്ട് ഒക്കെ സമസ്തക്ക് ഇങ്ങനെ കൊടുത്ത് അവസാനം മരിക്കുമ്പോൾ 73 പൈസ ബാക്കി. നമ്മളിപ്പോൾ എത്ര കൊടുത്തു? നിങ്ങൾ അധികമൊന്നും കൊടുക്കണ്ട. ഞാനും കൊടുക്കണം, ഞാനും കൊടുക്കുക, നിങ്ങളും കൊടുക്കുക. എത്രയാണെന്ന് ഞാൻ പറയാം, അല്ലേ? അതല്ലത് ഞാനൊരു സംഖ്യ കൊടുക്കുക, നിങ്ങളൊരു സംഖ്യ കൊടുക്കുക. അത് എത്രയെന്ന് ഞാൻ പറയാം. അതല്ലത് നിങ്ങൾ പറയാം, അല്ലേ? മേമൂലരെ ഒരു 100 രൂപ വരെ കൊടുക്കും. സക്കാഫികൾ മാത്രമല്ല, ദാരിമ്യകളൊക്കെ കൊടുക്കും. 100 രൂപ എല്ലാവരും ഉസ്താമാർക്കൊക്കെ വാങ്ങിക്കോളി. ബിസ്മില്ലാ, എല്ലാവരും 100 രൂപയ്ക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനല്ലേ ദീനിന് വേണ്ടി ഒരാളും കൊടുക്കുമ്പോൾ വിഷമത്തോടെ കൊടുക്കരുത്. വേണ്ട, ആരും എണീക്കണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളെ കയ്യിൽ നിന്ന് ശംസുലുലമായി തങ്ങളുടെ പേരിലും കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലൊക്കെ അത് ഹദിയ ചെയ്തിട്ട് എല്ലാവരും കൊടുക്കുക. അള്ളാഹു എല്ലാ മുറാദും ഹാസിലാക്കി തരുമാറാവട്ടെ, ബറക്കത്ത് തരുമാറാവട്ടെ, ശിഫാ നൽകുമാറാവട്ടെ, ഈമാൻ സലാമത്തിലാക്കി തരുമാറാവട്ടെ. എല്ലാവരും വായിക്കോളെ. ഇങ്ങനെ ബഹുമാനപ്പെട്ട ദീൻ എന്താണോ ആ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാനാകുന്ന ഗുരുനാഥൻ 93 കൊല്ലം ജീവിച്ചിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാൻ മടിച്ചുപോയ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയത്ത് 25-30 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അനുജന്മാർ ഒന്ന് പഠിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ശംസുൽ ഉലമ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അഴക്? എന്തായിരിക്കും ഈ അഴക്? ആ മഹാന്മാരാകുന്ന ആളുകൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവർ പറയുന്നതാണ് പരിശുദ്ധമായ ദീന് എന്ന് മനസ്സിലാക്കിയ ബിദഈ കക്ഷികൾ ചെയ്തതാണ് ഈ പണ്ഡിതന്മാരെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു സംഘത്തെ ഇവിടെ ഉണ്ടാക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. 1989 പറയാനൊരു കാരണം വേണ്ടേ? എന്തായിരുന്നു കാരണം? നിങ്ങൾ നോക്ക്, 1989 ജനുവരി 19, 20, 21, 22 തീയതികളിൽ എറണാകുളത്ത് ഒരു SYSന്റെ സമ്മേളനം നടത്തുന്നു എന്ന് APD പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിലും അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും വലിയ ദുരൂഹത. പാണക്കാട് സാദാത്തുകൾക്ക് അടുക്കാൻ പാടില്ലാത്ത, ഇജാബത്തുള്ള ദുആഇന്റെ മഖാമിലിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന് വരാൻ പാടില്ലാത്ത, ശംസുൽ ഉലമായി തങ്ങൾക്ക് പറ്റാത്ത, സ്വാലിഹീങ്ങളാകുന്ന ഒരാൾക്കും പറ്റാത്ത ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സമ്മേളനം. ഇത് കണ്ടപ്പോൾ വേറെ ചില ആളുകൾ ആ ഭാഗത്ത് തന്നെ സമ്മേളനങ്ങൾ നടത്താൻ പിന്നെയും ധാരണയിലെത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലും കീഴിലുമായി അറിയപ്പെടുന്ന ആളുകളിൽ തന്നെ ഒന്നിലധികം സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൽക്കാലം അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി യോഗം ചേർന്ന്, അഥവാ മുശാവറ എന്ന് പറയുന്ന വരക്കൽ തങ്ങൾ തുടങ്ങി തന്ന ഒരു മുശാവറയുണ്ട്. ആ പരിശുദ്ധമായ മുശാവറ യോഗം
ഒരു തീരുമാനമെടുത്താൽ അത് ദീനിന്റെ തീരുമാനമായിരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു തീരുമാനം മുശാവറ എടുക്കാൻ പോവുകയാണ്, ഇനി സമ്മേളനം നടത്തരുത്. എന്നാൽ ആ ഒരു മുശാവറ യോഗം ഇവിടെ തീരുമാനമെടുത്താൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് ഭയപ്പെട്ട ആളുകൾ അതിലേറെ വലിയ അബദ്ധമാണ് ചെയ്തത്. ആ മുശാവറ യോഗം നടക്കാതിരിക്കാൻ വേണ്ടി സ്റ്റേ ഓർഡർ വാങ്ങുക. സുബ്ഹാനല്ലാഹ്. സമസ്തയുടെ ചരിത്രത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ ചരിത്രത്തിൽ ചേരാൻ പോകുന്ന ഒരു യോഗത്തിനെതിരിൽ സ്വന്തക്കാരാകുന്ന ചില ആളുകളെ വിട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങുക. ഇതായിരുന്നു ഇവർ ചെയ്തത്. അതിന്റെയൊക്കെ നാൾ വഴികൾ വെച്ച് ഇൻഷാ അല്ലാഹ് 23-ാം തീയതി നമുക്ക് വിശാലമായി പറയാം. ഇന്ന് ധാരാളം ഉസ്താദുമാരുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല, നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തരാനാണ്. ഇവർ കോടതിയിൽ ചെന്നാലും ഇവർ മിനുട്സ് എവിടെയാണ് വെക്കല്, മിനുട്സ് എന്താണ് ചെയ്യല്, ഇതൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് ഇവരെ മിനുട്സ് രീതി. അങ്ങനെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാകുന്ന മേൽഘടകത്തിന്റെ അറിവില്ലാതെ സുന്നി യുവജന സംഘത്തിന്റെ പരിശുദ്ധമായ ഈ ഒരു സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളോടും കൂടിയാലോചിക്കാതെ ചില തൽപര കക്ഷികൾ ചെയ്തതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായപ്പോ ഇവർ ഒരു മിനുട്സ് തട്ടിപ്പടിച്ചുണ്ടാക്കി. ആ ഒരു രസം മാത്രങ്ങൾ കേട്ടാൽ മതി. എന്തായിരുന്നല്ലോ, 989 ജനുവരി 12 കോഴിക്കോട് കോടതിയിൽ അന്ന് പാർലൂർക്കാരൻ മെരിയൻകുട്ടിയുടെ ആ മനുഷ്യൻ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ അന്ന് SYSന്റെ മിനുട്സ് ഹാജരാക്കാൻ പറഞ്ഞപ്പോ 8/10/1988 മിനുട്സ് കൊണ്ടുപോയി ഹാജരാക്കിയിട്ട് നമ്മൾ നേരത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു, അതിന്റെ യോഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സ്വാസംഘം രൂപീകരിച്ചു എന്നൊക്കെ മിനുട്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഗത സംഘം ഉണ്ടാക്കിയ ആ ഡേറ്റ് വായിച്ചു നോക്കുമ്പോൾ 17/10/88 17/10/88 ഉണ്ടാക്കിയ സ്വാഗത സംഘത്തിന് 8/10/88 അഥവാ ഒരാഴ്ച മുമ്പ് ചേർന്ന യോഗം അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇത് കോടതി വേഗം കണ്ടെത്തി. അതോടുകൂടി തന്നെ ഇവർ കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ് എന്ന് അപ്പോഴേ കോടതിക്ക് തന്നെ ബോധ്യായി. അതേസമയത്ത് മുഅ്മിനീങ്ങൾക്കോ കണ്ണിയത്ത് ഉസ്താദിനെ പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ, ശംസുൽ ഉലമായി തങ്ങൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തെ മുഅ്മിനീങ്ങൾക്ക് ബോധ്യമായതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മറന്നുപോകല്ല, മഹാന്മാരെ എതിർക്കുന്നതിലൂടെയാണ് ഇവിടെ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ കഴിയൂ എന്ന് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ മനുഷ്യനും മനസ്സിലാക്കിയപ്പോൾ 89 നിന്ന് ഈ 2013 ചരിത്രങ്ങൾ മാത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം. കണ്ണിയത്ത് എന്ന് പറയുന്ന, ശംസുൽ ഉലമ എന്ന് പറയുന്ന, ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ച ഈ മഹാന്മാർ, ഇവർക്കതിൽ ആക്ഷേപം നടത്തി AP രംഗത്തേക്ക് വന്നതിന് ശേഷമാണ് കേരളത്തിൽ മുജാഹിദ് പള്ളി അധികം പൊന്തിയത്. അതിന് മുമ്പ് അത്ര ഉണ്ടായിട്ടില്ല. ഞാൻ ഇതാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാലും സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാലും എത്ര വട്ടം സുന്നി എന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് കേരളത്തിൽ ഉണ്ടായത് 89 ശേഷം പരിശോധിക്കും. ബിദ്അത്തിന്റെ പള്ളികൾ അധികമായി, ബിദ്അത്തിന്റെ സമ്മേളനങ്ങൾ വർദ്ധിച്ചു, ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായി. ബിദ്അത്ത് ഉണ്ടാക്കലാണ് ഈ മനുഷ്യന്റെ ലക്ഷ്യം, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു 10-20 കൊല്ലക്കാലം മുന്നോട്ട് പോയപ്പോ ആ ബിദ്അത്ത് ഇനി കുഫറിലേക്കോ ശിർക്കിലേക്കോ എവിടേക്കാ പോകുന്നത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. നബിയല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് മിർസാ ഗുലാം അഹ്മദ് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ട ആലിമീങ്ങൾ പറഞ്ഞു, അവൻ കാഫിറാണ്. ഇല്ലേ? ഖാദിയാനികൾ കാഫിറാന്ന് പറഞ്ഞില്ലേ? അത് നബിയല്ലാത്ത ഒരുത്തൻ നബിയാന്ന് പറഞ്ഞപ്പോഴാ. എന്നാൽ ഇപ്പോൾ AP ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയട്ടെ, എന്താണ് സഹോദരിമാരെ, നിങ്ങൾ കേവലം തങ്ങന്മാരാണ്, ആലിമീങ്ങളാണ്, ദർസ് നടത്തുന്നവരാ, വഅദ് പറയുന്നവരാ എന്ന് പറഞ്ഞ് ശംസുൽ ഉലമയുടെ ഭാഗത്ത് നിൽക്കുന്ന ആലിമീങ്ങളെയും AP-യുടെ കൂടെ നിൽക്കുന്നവരെയും നിങ്ങൾ കാണല്ല. AP എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നബി അല്ലാത്ത ഒരാളെ തലയിൽ നിന്ന് മുടി കൊണ്ടുവന്നു, എന്നിട്ട് ഇത് നബിയുടെ മുടിയാണ്. നിങ്ങൾ മുടിനെ പറ്റി മാത്രമേ കേട്ടുള്ളൂ. എന്നാൽ ഈ മുടി ആരുടെ തലയിൽ നിന്നാണോ ആ ആള് നബിയാണ് എന്ന് സമ്മതിച്ചാൽ എന്താണ് നിന്റെ മതവിധി? പറ. ഇതൊരു ചെറിയ കാര്യമാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഈമാനിന്റെ വിഷയമാണ്. കാളമ്പാടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ
പണ്ഡിത സഭ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മനുഷ്യൻ മുടിയുമായി രംഗത്തേക്ക് വന്നത്. റഈസുൽ ഉലമ ഈ കാളമ്പാടി ഉസ്താദ് ചിന്തിച്ചത് ആയിരക്കണക്കിന് മഹല്ലത്തിന്റെ ഖാദിയാകുന്ന മഹാനാകുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചിന്തിച്ചത്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ചിന്തിച്ചത്, 12 ലക്ഷം മുഅ്മിനീങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ഈ നേതൃത്വത്തിലാണ്. നബിയല്ലാത്ത ഒരുത്തന്റെ തലയിൽ നിന്ന് മറ്റൊരുത്തൻ മുടിയുമായി കടന്നു വന്നിട്ട് ഇത് നബിയുടേതാണ് എന്ന് പറഞ്ഞാൽ ഈ മുടി ആരുടേതാണോ ആ ആള് നബിയാണ് എന്ന് സാധാരണക്കാർ വിശ്വസിച്ചാൽ ഈ ആലിമീങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരാവൂലേ? അതുകൊണ്ട് UDF-നെയോ LDF-നെയോ നിയമസഭയെയോ ലോകസഭയെയോ രാജ്യസഭയെയോ ഭൗതിക ലോകത്തിലെ ഒരാളെയും ബോധ്യപ്പെടുത്താനല്ല, ഖാലിഖാകുന്ന റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട്, റബ്ബേ നീ അയച്ചിട്ടില്ലാത്ത ഒരുത്തൻ, നീ നബിയായി അയച്ചിട്ടില്ലാത്ത ഒരുത്തൻ അവന്റെ തലയിൽ നിന്ന് മുടിയെടുത്തു കൊണ്ടുവന്നിട്ട് ഇത് നബിയുടേതാണ് എന്ന് പറയാൻ വേണ്ടി കുറച്ചാളുകൾ നടന്നപ്പോ ഞങ്ങൾ ആ സമയത്ത് നിന്റെ ദീന് സംരക്ഷിക്കാൻ ഞങ്ങളെ കണ്ണിയത്ത് ഉസ്താദും വരക്കൽ തങ്ങളും ബാഫക്കി തങ്ങളും മഹാനാകുന്ന അബ്ദുൽ ബാരി തങ്ങളുമൊക്കെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് റബ്ബിനോട് സാക്ഷി പറയാനായി പണിയെടുത്തത്. വേറെ ഒന്നിനുമല്ല. നിങ്ങൾ പഠിക്കണം. ഒരു കാര്യം ഈ നാട്ടുകാരോട് ഞാൻ പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കാണ്. വിശാലമായി പറയുന്നതിന് പകരം ഈ ഒരു സമയത്ത് എല്ലാ നേതാക്കന്മാരിൽ നിന്നും തോട്ടുമുക്ക ഇസ്മായിൽ സഖാഫി, ബഹുമാനപ്പെട്ട റംലി സഖാഫി, ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതൻ ജാബിർ ഹുദവി, ഇവരൊക്കെ അല്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കലാണ് നല്ലത് എന്നറിയാം. അതുകൊണ്ട് ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഏതു കാലത്തും ഏത് ലോകത്തും അള്ളാഹുവിന്റെ ദീനൊന്ന് മുറുകെ പിടിക്കണം. ആ ദീന് മുറുകെ പിടിക്കാതിരിക്കാൻ എന്തുണ്ട് സാഹചര്യം എന്നാണ് ഭൗതിക ലോകത്തുള്ള ആളുകൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുപക്ഷെ ദീനിന്റെ ആളുകളെ ദീനിൽ നിന്ന് കൊണ്ടുപോകാൻ ദീനിന്റെ വേഷം സ്വീകരിച്ചു വരും. വിജനമായ ഒരു കാട്ടിലൂടെ, അറബി കഥയാണ് ഞാൻ പറയുന്നത്, ഒരു കാട്ടിലൂടെ മരം വെട്ടാൻ വേണ്ടി ഒരാൾ കടന്നു വന്നപ്പോ അവന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു മഴുണ്ട്. ആ മഴു കയ്യിൽ പിടിച്ചിങ്ങനെ വരുന്ന സമയത്ത് മരങ്ങൾ നിലവിളിച്ചു എന്ന് കഥാകാരൻ എഴുതുകയാണ്. അതൊരു ഭാവനയാണ്. ഇതൊരു ഹക്കായ കാര്യമായിട്ട് വിശ്വസിക്കാനുള്ളതല്ല, അതൊരു ഭാവനയാണ്. മരങ്ങളൊക്കെ നിലവിളിച്ചപ്പോ പ്രായമുള്ള ഒരു മരം പറഞ്ഞു, ആ മനുഷ്യനെ നിങ്ങളെ വെട്ടിമുറിക്കാൻ കഴിയൂല, അവന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു കഷ്ണല്ലേ ഉള്ളൂ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പിടിയിട്ട് കൊടുത്തുകൊണ്ട് ഒരു മരക്കഷ്ണം സഹായമായി നിന്നുകൊടുത്താൽ മാത്രമേ നിങ്ങളെ വെട്ടിമുറിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അവന്റെ കയ്യങ്ങ് പൊട്ടിപ്പോകും. സംഭവിച്ചതും അതുതന്നെയാ. ദീന് പൊളിക്കാൻ ആര് പുറത്തുനിന്ന് വന്നിട്ടും കാര്യമില്ല. ദീനിന്റെ മുഖം സ്വീകരിച്ച് ദീനിൽപ്പെട്ട ചില ആളുകൾ സഹായം ചെയ്തു കൊടുത്താലേ ദീന് പൊളിക്കാൻ കഴിയൂ. അതിന്റെ പേരിൽ ദീന്റെ മുഖം സ്വീകരിച്ച് ഇവർ കടന്നു വരികയാ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ ഒരിക്കലും പഴച്ചു പോകാതിരിക്കാൻ സിയംകുട്ടി സഖാഫി ഉസ്താദും എത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ദീനിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് താല്പര്യമുള്ളവർ ഒരിക്കലും ഈമാൻ നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെയുണ്ട്. ഈ പരിശുദ്ധമായ സഭയ്ക്ക് പിന്നിൽ എല്ലാവരും അണിനിരക്കുക. നിങ്ങളെ രാഷ്ട്രീയമേതാ ഞങ്ങൾക്ക് വിഷയമില്ല, നിങ്ങളെ തറവാട് ഏതാ ഞങ്ങൾക്ക് വിഷയമില്ല, നിങ്ങൾ ബിസിനസ് ഏതാ ഞങ്ങൾ നോക്കുന്നില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലോ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, 100 കോടി രൂപ മനുഷ്യരെ കയ്യിൽ നിന്ന് ബിസിനസിന് വേണ്ടി ഷെയർ വാങ്ങിയ ഒരു കച്ചവട സംഘമല്ലല്ലോ ഇത്. ബിസിനസിന്റെ പേരിൽ സിമന്റ് ഫാക്ടറി ഉണ്ടാക്കാൻ മെഡിക്കൽ കോളേജിന് ഷെയർ വാങ്ങിക്കൊണ്ട്, ദന്തൽ കോളേജിന് ഷെയർ വാങ്ങിക്കൊണ്ട്, ആടുത്തേക്ക് മാഞ്ചിയത്തിന് ഷെയർ വാങ്ങിക്കൊണ്ട് ഒരു പണ്ഡിത സഭ നിങ്ങളെ മുമ്പിലേക്ക് വന്നതല്ലോ. കണ്ണിയത്തിന്റെ പാരമ്പര്യത്തിൽ അതില്ല, ചെറുശ്ശേരി ഉസ്താദിന്റെ പാരമ്പര്യത്തിൽ അതില്ല, കാളമ്പാടി ഉസ്താദിന്റെ പാരമ്പര്യത്തിൽ അതില്ലല്ലോ. മഹാനാകുന്ന ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ്, സാക്കിറാണ് നിങ്ങൾക്കറിയില്ലേ, ആബിദാണ് നിങ്ങൾക്കറിയില്ലേ. ചാപ്പനങ്ങാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഇജാസത്ത് പ്രകാരം ഓരോ ഗ്രാമത്തിലും ദിക്റിന്റെ മജ്ലിസ് സ്ഥാപിക്കുന്ന മഹാനാകുന്ന കോയക്കുട്ടി ഉസ്താദ് അവരാണ് സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നാനി പള്ളിയിലേക്ക് കയറി ചെന്നുകൊണ്ട് കോയക്കുട്ടി ഉസ്താദിന്റെ കുട്ടിക്കാലത്ത് ചെന്നുകൊണ്ട്
കണ്ണിയത്ത് ഉസ്താദിനോട് ഞാൻ ഇവിടെ ദർസിൽ പഠിക്കട്ടെ. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, ഇവിടെ പഠിക്കാൻ ഇനി സൗകര്യമില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല, മുതഅല്ലിമീങ്ങളെ ഇനി സ്വീകരിക്കൂല. മഹാനാകുന്ന കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന ആ പിഞ്ചു പൈതൽ കരഞ്ഞുപോയല്ലോ. എനിക്ക് ഇവിടെ ഒരു ഇടം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മോനെ ഭക്ഷണം കിട്ടൂല എന്ന് പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിനോട് ഭക്ഷണം കഴിക്കാനല്ല വന്നത്, ഹൗദിലെ വെള്ളം കുടിച്ചാലും വേണ്ടില്ല, എനിക്ക് ഇവിടുത്തെ ഇൽമ വേണമെന്ന് പറഞ്ഞ കോയക്കുട്ടി ഉസ്താദ്. ഇന്ന് നിങ്ങൾ പോയി നോക്ക്, ഒരു പഴയ വീട്, സെക്യൂരിറ്റി സംവിധാനത്തെ അവിടെ കാണില്ല, ആഡംബരത്തിന്റെ കഥകൾ പറയാൻ ആളില്ല, ആൾക്കൂട്ടങ്ങൾ അവിടെ കാണില്ല. മഹാനാകുന്ന ഉസ്താദ് മരത്തിന്റെ ഒരു കട്ടിലിൽ ഒരു പച്ച വിരുപ്പ് വിരിച്ചിട്ട് ഖിബിലയിലേക്ക് മുഖം തിരിച്ച് ചെരിഞ്ഞു കടന്നുകൊണ്ട് മാല മറിച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുന്നത് കാണാം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നോക്കാനുള്ളത് തന്റെ വീട്ടുമുറ്റത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കുടിച്ചു വെച്ചിട്ടുള്ള ഒരു ഖബറുണ്ട്, നാളെ പോയി കിടക്കേണ്ട ഖബർ. ആ ഖബറിലേക്ക് നോക്കി കണ്ണു നിറക്കുന്ന മഹാനാകുന്ന കോയക്കുട്ടി ഉസ്താദ്. കാളമ്പാടി ഉസ്താദ് വിട പറഞ്ഞപ്പോ ആരായിരിക്കും ഇനി എന്ന് ചിന്തിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തന്നത് ഒരു ആത്മീയ പണ്ഡിതനെ തന്നെയാണ്, ഔലിയാക്കളുമായി ബന്ധമുള്ള പണ്ഡിതനെയാണ്. അത് ഈ സംഘടനയുടെ ബന്ധമാണ്. അതുകൊണ്ട് ഈ നന്മയിൽ നിൽക്കാൻ ഈ പ്രദേശത്തുള്ള എല്ലാവരോടും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരം സമയം ദീർഘിച്ചു പോകുമെന്ന് പറയുന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ-റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിദേശത്ത് സ്വദേശത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മജ്ലിസ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വൈലക്സ് വഴി പ്രിയപ്പെട്ട സഹോദരന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബങ്ങളൊക്കെ ഇവിടെ ആയിട്ട് പോലും വിദേശത്തൊക്കെ ജോലി തിരക്കിനിടയിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തി പകരുന്ന ഒരുപാട് സഹോദരന്മാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരോട് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, അവരോട് റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. ആ പ്രിയപ്പെട്ട സഹോദരന്മാർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറ് നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾക്ക് പകരം നീ സന്തോഷവും സലാമത്തും റാഹത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഈ ഒരു മഹത്തായ സമ്മേളനം ഇത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഈമാൻ സലാമത്തിലാവാൻ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.